നമസ്കാരം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അമിത അധികാര വാഴ്ചയ്ക്കേറ്റ തിരിച്ചടിയെന്ന് പ്രതികരിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നിട്ടുള്ള പിണറായി വിജയൻ ഇത്തരത്തിൽ പറയുമ്പോൾ ഇയാൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നല്ലേ മലയാളി സമൂഹം ചോദിക്കേണ്ടത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് സർക്കാരിന്റെ അറിവോട് കൂടിയിട്ടാണ് എന്ന വാർത്ത മാത്രമായിരുന്നില്ല. തെളിവ് സഹിതം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ദേവസ്വം പ്രസിഡന്റായിട്ട് നിയോഗിച്ച ആളുകളെ ഒന്നൊന്നായിട്ട് കയ്യാമം വെച്ച് വിലങ്ങ് വെച്ച് SIT കൊണ്ടുപോയി ജയിലിലടച്ചത് നാം കണ്ടതല്ലേ. തെളിവ് സഹിതം പുറത്തുവിട്ടതല്ലേ. പിണറായി വിജയൻ തന്നെ കേരളം ഭരിക്കുമ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ തന്നെ ഒരു ഹൈന്ദവ ആരാധനാലയത്തിൽ കൊള്ള ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ആഭ്യന്തര പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് തന്നെ കൃത്യമായിട്ട് പ്രതികളെ സ്വന്തം പാർട്ടിക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഇവിടെ ഏത് മന്ത്രിയാണ് രാജിവെച്ചത്? മാത്രമല്ല, അഴിമതിയില്ലാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം ഈ നാട്ടിൽ നടന്നിട്ടുണ്ടോ? സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ മാസപ്പടിയുടെ പേരിൽ, സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ, സ്വർണ്ണക്കടത്തിന്റെ പേരിൽ എത്രയെത്ര അഴിമതികളാണ് അനുദിനം മാധ്യമങ്ങളുടെ മുന്നിൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ട PV അൻവറിനെ പോലുള്ള നേതാക്കൾ പോലും പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യ വിചാരണ നടത്തി രംഗത്ത് വന്നത്. പാർട്ടിയിൽ നിന്ന് പോലും കടുത്ത എതിർപ്പുണ്ടായി എന്ന് മാത്രമല്ല, പാർട്ടി അണികൾ പോലും രാജിവെച്ച് പുറത്തു പോവുകയും പാർട്ടി അണികൾ തന്നെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായിട്ട് വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം വരെ കേരളത്തിലുണ്ടാകുമ്പോൾ ആ കേരളത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ പ്രതിപക്ഷ കസേരയിൽ ചെന്നിരുന്നു കൊണ്ട് വീണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രതിപക്ഷ കസേരയിൽ ഇരുന്നിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ആ നേതാവ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആ പാർട്ടിയിൽ ഇന്നും ആ ആശയം പേറിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന അണികളുടെ ഗതികേടിനെ കുറിച്ചല്ലേ നാം ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചത് എന്താണ്? ഡൽഹിയിൽ സംഭവിച്ചത് നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന തിരിമറി അത് ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് സർക്കാർ ഉടനടി നിലപാടുകളെടുത്ത് നടപടിയെടുത്ത് മുന്നോട്ട് പോയി എങ്കിലും അതിനെ തുടർന്ന് ഈ വിഷയത്തെ തുടർന്ന് വിവാദത്തെ തുടർന്നുണ്ടായിട്ടുള്ള കുട്ടികളുടെ ആത്മഹത്യ തുടർന്ന വിഷയങ്ങളിൽ നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ അമാന്തിച്ചു. ആ വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്നവർക്ക് പിടിച്ചു കയറാൻ സാധിച്ചതും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചതും. പക്ഷേ എന്നാൽ ഉചിതമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള നിർവഹണം നടത്തി കേന്ദ്ര സർക്കാർ അതിന് മറുപടി പറയുമ്പോൾ നമുക്ക് അത് തെല്ല് ആശ്വാസം മാത്രമല്ല, ഇവിടുത്തെ ഭാരതത്തിന്റെ യുവത്വത്തിന് വലിയ പ്രതീക്ഷ തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയത് എന്ന് തുറന്നു പറയുന്നതിന് എന്ത് പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാവുന്നത്. എന്നാൽ KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരോ തുടങ്ങി വെച്ച സമരത്തിന്റെ മുൻനിരയിൽ ചെന്നിരുന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ട് എന്താണ് ലൈവ് വീഡിയോ ഒക്കെ ആയിട്ട് പുറത്തു വന്ന് പറയുന്നത്? ഇത് പ്രതിപക്ഷത്തിന്റെ കൂടി വിജയമാണ് എന്ന് പറയുമ്പോൾ ഈ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്താൻ സാധിക്കാത്ത പ്രതിപക്ഷമായിരുന്നു ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷമെന്ന് ആർക്കാണ് അറിയില്ലാത്തത്? ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടി, പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഭാരതത്തിന്റെ ജനത കൽപ്പിക്കുന്ന വില എന്താണ് എന്നെങ്കിലും ഏറ്റവും കുറഞ്ഞത് നാം ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയമല്ലേ. ഏതായാലും ഈ നാടിന്റെ ദേശീയതയെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സമരം ശക്തിപ്പെടുത്തിയത് എന്ന്. സമരം രൂപപ്പെട്ടത് ഒരുപക്ഷെ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ തുടർന്ന് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടി എന്നുള്ള നിലയ്ക്ക് നാം മനസ്സിലാക്കിയാലും അതിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ദുരുദ്ദേശത്തോടു കൂടിയിട്ട് ഒരു കൂട്ടം ആളുകൾ അതിൽ നുഴഞ്ഞു കയറി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഈ സമരം ശക്തിപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളും എല്ലാം അലങ്കോലപ്പെടുത്തി ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഈ രാഷ്ട്രത്തെ തലകുനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കുമ്പോൾ
ഈ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമരത്തിന്റെ പടയാളികൾ എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ട് ആളുകൾ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് എന്നുകൂടി നാം മനസ്സിലാക്കണം. അതായത് ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ട പാഠം എന്താണ്? മലയാളിയായിട്ടുള്ള, പ്രത്യേകിച്ച് ഹിന്ദുവായിട്ടുള്ള മലയാളി പഠിക്കേണ്ട യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നാടിന്റെ ദേശീയതയെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ലഭ്യമാകുന്ന ഒരവസരത്തെയും, വീണ് കിട്ടുന്ന ഒരവസരത്തെയും പാഴാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്ത ഒരു വിഭാഗമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മുഖങ്ങളിൽ അറിയപ്പെടുന്ന രാജ്യവിരുദ്ധ ശക്തികൾ അങ്ങനെയായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ ഇടതു വലതു രാഷ്ട്രീയം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിച്ചു വയ്ക്കുന്നത്. നന്ദി, നമസ്തേ.